ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. വരുന്ന ജൂൺ മാസത്തിലാണ് വേൾഡ് കപ്പിന് തുടക്കമാവുക. വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ബ്രസീലിൻ്റെ സ്ക്വാഡ് അടുത്ത മാസം പ്രഖ്യാപിക്കും. മെയ് 18-ാം തീയതിയാണ് കാർലോ ആഞ്ചലോട്ടി വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കുക. അതിനുവേണ്ടിയാണ് ബ്രസീലിയൻ ആരാധകർ കാത്തിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു സർവേ ബ്രസീലിലെ മാധ്യമമായ ഡാറ്റ ഫോൽഹ നടത്തിയിരുന്നു. അതായത് ബ്രസീലിയൻ ആരാധകർക്കിടയിലാണ് സർവേ നടത്തിയത്. ഇത്തവണത്തെ വേൾഡ് കപ്പ് ബ്രസീലിന് നേടാൻ സാധിക്കുമോ? അതായിരുന്നു ചോദ്യം. എന്നാൽ ആരാധകർക്ക് വലിയ ഒരു വിശ്വാസക്കുറവുണ്ട്. കേവലം 29% ആളുകൾ മാത്രമാണ് ഇത്തവണത്തെ വേൾഡ് കപ്പ് ബ്രസീൽ നേടും എന്ന് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള 71% ആളുകളും വിശ്വസിക്കുന്നത് ഇത്തവണത്തെ വേൾഡ് കപ്പ് ബ്രസീലിന് നേടാൻ കഴിയില്ല എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ സർവേ റിപ്പോർട്ടായിക്കൊണ്ട് പുറത്തേക്ക് വന്നിട്ടുള്ളത്. 1994 വേൾഡ് കപ്പിന് ശേഷം ആദ്യമായിക്കൊണ്ടാണ് ഇത്രയധികം ഒരു വിശ്വാസക്കുറവ് ബ്രസീലിയൻ ആരാധകർക്കിടയിൽ ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഇത്തവണ ബ്രസീലിയൻ ആരാധകർക്ക് പൊതുവെ വലിയ ഒരു വിശ്വാസക്കുറവുണ്ട്. ബ്രസീലിന് വേൾഡ് കപ്പ് നേടാൻ സാധിക്കില്ല എന്നാണ് ഭൂരിഭാഗം വരുന്ന ബ്രസീലിയൻ ആരാധകരും ഇപ്പോൾ വിശ്വസിക്കുന്നത് എന്നാണ് ഡാറ്റ ഫോൽഹ തങ്ങളുടെ സർവേയിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ കാരണം വളരെ വ്യക്തമാണ്. എന്തെന്നാൽ കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം ബ്രസീൽ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. കാർലോ ആഞ്ചലോട്ടി വന്നതിന് ശേഷമാണ് ഒരൽപ്പമെങ്കിലും മെച്ചപ്പെട്ടിട്ടുള്ളത്. എന്നിരുന്നാലും സ്ഥിരതയില്ലാത്ത പ്രകടനമാണ് ബ്രസീൽ നടത്തുന്നത്. അതുകൊണ്ടാണ് ആളുകൾക്ക് വലിയ ഒരു വിശ്വാസമൊന്നും ഇല്ലാത്തത്. ഏതായാലും വേൾഡ് കപ്പിന് മുന്നേ 2 സൗഹൃദ മത്സരങ്ങൾ കൂടി ബ്രസീൽ കളിക്കുന്നുണ്ട്. പനാമയും ഈജിപ്തുമാണ് ബ്രസീലിന്റെ എതിരാളികളായി കൊണ്ടുവരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.